ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ബിടെക് ആണോ ഡിപ്ലോമയാണോ ITI ആണോ ഏത് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പഠിച്ചു തുടങ്ങേണ്ട സമയം ഇപ്പോഴാണ്. ഇപ്പം തുടങ്ങി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും ഇറിഗേഷൻ AE അതുപോലെ KWയുടെ AE എക്സാം. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ പോയി നിങ്ങൾ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെയാണ് എക്സ്പെക്റ്റഡ് എക്സാം എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ ഓൾറെഡി ഉള്ള സിലബസ് ബേസ് ചെയ്ത് തന്നെ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് ഞാൻ പറയും. ഇപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിസ്സേ ഇപ്പം എല്ലാ എക്സാമും കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. 2026 എന്ന് പറയുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വർഷവുമാണ്. അപ്പോൾ ഈ 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഫുൾ ഡെഡിക്കേഷനോടുകൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 2027 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ തന്നെയായിരിക്കും. ഇനി ഈ വർഷം നമ്മൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഏതൊക്കെ എക്സാമാണ് ഉള്ളതെന്ന്. A warm good evening and welcome to Civilians. കേരള PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന്റെ മൈൻഡിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന കുറച്ച് ഡൗട്ട്സ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പരീക്ഷകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഡൗട്ട്സ് എല്ലാം നമ്മൾ സിവിലിയൻസ് കേട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്കമിങ് എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റുമായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ശ്രീലക്ഷ്മിയും ആനിസുമാണ്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ബിടെക് ആണോ ഡിപ്ലോമയാണോ ITI ആണോ ഏത് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിസ്സേ ഇപ്പം എല്ലാ എക്സാമും കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ്. ഇന്ന് നിങ്ങളോട് നമ്മൾ പറഞ്ഞു തരുന്നത് ഇനി വരാൻ പോകുന്ന 2026 വരാൻ പോകുന്ന പരീക്ഷകൾ, അതായത് 2025 നമുക്ക് 25 അവസാനം നമുക്ക് ഇപ്പം ഇനി പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതുപോലെ 2027 ഏതൊക്കെ എക്സാംസ് ആയിരിക്കും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എന്താണ് 2025 വളരെ നല്ലൊരു ഇയർ ആയിരുന്നു. ഇപ്പം ജൂണിൽ നമുക്ക് കുറച്ച് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം തുടങ്ങിയത് ഏതാണ് LSTD PWD ഇറിഗേഷൻ ഗ്രേഡ് 1 എക്സാമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് LSTD AE എക്സാം നടന്നു. അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിലെ ഓവർസീ ഗ്രേഡ് 3 എക്സാം നടന്നു. പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എക്സാം നടന്നു. അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് തന്നെ ഓവർസിയർ ഗ്രേഡ് 2 എക്സാമും നടന്നു. അതുപോലെയാണ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലേ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 നടന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ, പിന്നെ KWA ഗ്രേഡ് 3 എക്സാം ഇപ്പോൾ കഴിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ കഹൂത്ത് ഒക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഒരു സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നല്ലപോലെ തന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. മെക്കാനിക്കലിൻ്റെ ആണെങ്കിലും ക്ലാസ്സസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സാം തന്നെയായിരുന്നു KWയുടെ ഗ്രേഡ് 3. ലാസ്റ്റ് എക്സാമിന്റെ അഡ്വൈസ് തന്നെ നോക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ടൈം നടന്നിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് 1000+ അഡ്വൈസ് പോയിട്ടുണ്ട് KWA ഗ്രേഡ് 3 എന്ന് പറയുന്ന എക്സാമിന്. അത് കഴിഞ്ഞ് പിന്നെ നടന്ന ഏതാണ്, PWD ഇറിഗേഷൻ്റെ ഗ്രേഡ് 2 എക്സാം കഴിഞ്ഞു. അതുപോലെ LSGDയുടെ ഇപ്പോൾ നവംബർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞതാണ്, നവംബർ 22 LSGD ഗ്രേഡ് 2 എക്സാം ഇപ്പോൾ കറൻ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന എക്സാംസ്. അതേപോലെ ഇപ്പോൾ ഡിസംബറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കാനിരുന്ന എക്സാം എന്ന് പറയുന്നത് നമ്മുടെ PWD ആൻഡ് ഹൗസിംഗ് ബോർഡ് AE എക്സാം ആണ്. അപ്പോൾ ഡ്യൂ ടു ഇലക്ഷൻ അതിപ്പം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്, February 4 മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി കിട്ടുവാണ് പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി എല്ലാവരും എന്താണ് 2026 നോക്കിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ജനുവരിയിലുള്ള 3 എക്സാം വന്നിട്ടുണ്ട്, അതറിയാം. അപ്പം 3 എക്സാം എന്ന് പറയുമ്പം ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 എക്സാം, പിന്നെ നമ്മുടെ PCB AE, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രേഡ്സ്മാൻ എക്സാം ആണ്. ഈ 3 എക്സാമാണ് നമുക്ക് ജനുവരിയിലുള്ള. ട്രേഡ്സ്മാൻ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രേഡ് 3 ലെവൽ പോസ്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും പെട്ടെന്ന് തന്നെ പ്രൊമോഷൻസ് കിട്ടാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അതേപോലെ ഇപ്പം അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് മുന്നേ വരെ നടത്തിക്കൊണ്ടിരുന്നത് ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടായിരുന്നു. ഇപ്പം അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വേക്കൻസീസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ്. ഇപ്പോൾ ഈ ട്രേഡ്സ്മാൻ്റെ കേസ് പറയുമ്പോൾ ഉള്ളതാണ്, ഇതിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് വരും.
മേസണറി, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അങ്ങനെ പല Surveying ഡിപ്പാർട്ട്മെന്റ്സ്. സർവേയുടെ കേസിലാണ് എസ്പെഷ്യലി പറയാനുള്ളത്. കുട്ടികൾ വിചാരിക്കും ഇത് സർവേ കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇൻക്ലൂഡിങ് ബിടെക് ഉള്ളവർക്കും ഈക്വലൻസി കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ട്രേഡ്സ്മാൻ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ വർഷം നമ്മൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഏതൊക്കെ എക്സാമാണ് ഉള്ളതെന്ന്. നമുക്ക് എന്താണ് LSTD ഗ്രേഡ് 3 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ എക്സാം ലാസ്റ്റ് നടന്നത് 2021 എക്സാം നടന്നത്. ഇപ്പോൾ ഈ വർഷം, അതായത് 2025 ഓഗസ്റ്റിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 700+ അതിന് അഡ്വൈസ് പോയിട്ടുമുണ്ട്. ഈ LSTD ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രേഡ് 3 പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ പോസ്റ്റാണ്. അപ്പോൾ മോസ്റ്റ്ലി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസ്, അടുപ്പിച്ചുള്ള എക്സാംസ് ആയിരിക്കും നടക്കുക. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക, ഈ ഒരേ കുട്ടികളായിരിക്കും ഈ ടോപ്പ് പൊസിഷനിൽ എത്തുക. അപ്പോൾ എന്താ പറ്റുക, ഈ LSTD ഗ്രേഡ് 3 വരുന്നവർ അത് മാറിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള റാങ്കിലുള്ള കുട്ടികൾക്കും കയറി വരാനുള്ള അഡ്വൈസ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് LSTD. അവിടെ ഇപ്പം ലാസ്റ്റ് ടൈം നടന്നത് 700+ ആണ് അല്ലെ, 700+ ആണ് അഡ്വൈസ് പോയിട്ടുള്ളത്. നല്ല രീതിയിൽ അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട് LSTD ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ആണ്. അതായത് എഞ്ചിനീയറിംഗ് കോളേജസിലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എക്സാം. അപ്പം കഴിഞ്ഞ വർഷം ഇത് കമ്പൈൻഡ് ആയിട്ടാണ് നടത്തിയിരുന്നത്. അതായത് ഇപ്പം നമുക്ക് ഹൗസിംഗ് ബോർഡ്, LSTD, അതേപോലെ KTDC, KCB, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, ഇതിൻ്റെ എല്ലാത്തിനും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് നടത്തിയത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2027 ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് എൻഡ് ആകാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് അങ്ങനെ എൻഡ് ആകുന്നവരെ കാത്തിരിക്കേണ്ടില്ല. ഇപ്പം നമുക്ക് PWD-ന്റെ ഒക്കെ കാര്യങ്ങൾ തന്നെ നോക്കിയാൽ LSTD ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കില്ല റാങ്ക് ലിസ്റ്റ് എൻഡ് ചെയ്ത് പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാതെ നമുക്കപ്പോൾ എന്തായാലും ഒരു എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നത് തന്നെയാണ്. 2027 റാങ്ക് ലിസ്റ്റ് എൻഡ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറയുന്ന എക്സാം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ കോമൺ ആയിട്ട് നടത്തിയ എക്സാംസ് ആണെന്ന് പറഞ്ഞല്ലോ, അതിൽ വന്നിട്ടുള്ളതാണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷനിലെ AE, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലെ AE, അതുപോലെ KSEB AE. ഇത്രയും ഇതിൻ്റെ കൂടെ കോമൺ ആയിട്ട് അന്ന് കഴിഞ്ഞിട്ടുള്ളതാണ് എക്സാം. അതുപോലെ അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ കറന്റ്ലി അത് KCB ഓൾറെഡി തീർന്നിട്ടുണ്ട്. KCB കഴിഞ്ഞെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്, അതെ, KCB-യുടെ കേസിൽ നമുക്ക് പറയാനുള്ളത് AE ആണെങ്കിലും സബ് എഞ്ചിനീയറിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ KCB-യിൽ ഒരു റീസ്ട്രക്ചറിങ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലേ ഒരു റീസ്ട്രക്ചറിംഗ് ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് KCB-നെ ഒന്ന് മാറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടി ബെറ്റർ. അതെ. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു എക്സാമാണ് KWAE. ലാസ്റ്റ് നടന്ന ഇപ്പൊ നമ്മുടെ PWD-ന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും സ്റ്റുഡൻസ് എല്ലാവരും ചോദിക്കുന്നതാണ് KWAE എപ്പോഴാണ് വരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് എക്സാം നടന്നത് 2022 പക്ഷെ ഇതിന്റെ ലിസ്റ്റ് എക്സ്പയർ ആയിട്ടില്ല. 2026 സെപ്റ്റംബറിൽ അതിന്റെ ലിസ്റ്റ് എക്സ്പയർ ആവത്തുള്ളൂ. പിന്നെ അതിന്റെ ഇപ്പൊ അഡ്വൈസ് പോയിട്ടുള്ള 166 പേർക്ക് അതിന്റെ അഡ്വൈസും ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ സിലബസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ KWAE-യുടെ സിലബസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, മെക്കാനിക്കലും കെമിക്കലും അതിൻ്റെ കൂടെ സിവിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഉള്ളത്. അതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ആ രീതിയിൽ തന്നെ കൊണ്ടുപോവുക. ഈ 3 സബ്ജക്ട്സും കവർ ചെയ്ത് വരുന്ന രീതിയിൽ, ടോപ്പിക്സും കവർ ചെയ്ത് വരുന്ന ലാസ്റ്റ് ഇയറിലെ സിലബസ് തന്നെയാവും ഇതിനും സെയിം. കാരണം ഇതുവരെ നടന്ന എക്സാംസിന് ലാസ്റ്റ് എക്സാമിന്റെ സിലബസിന് മാറ്റമൊന്നും ഇല്ല, വലിയ വ്യത്യാസമൊന്നും ഇല്ല. അത് തന്നെ ഫോളോ ചെയ്ത് പഠിക്കാൻ നോക്കുക. അതെ. അടുത്തതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ ഓവർസിയർ ഗ്രേഡ് 2 പോസ്റ്റാണ്. അതായത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരിക്കുന്നത് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ കമ്പൈൻ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2027 ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ലിസ്റ്റ് എൻഡ് ആവുന്നത്. അതെ. അപ്പം അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഇതിനാണ് ഗ്രേഡ് 2 ഗ്രേഡ് 1 എക്സാമും കമ്പൈൻഡ് ആയിട്ട് നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം. അതെ. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഇറിഗേഷൻ എയുടെ കേസ് പറയുമ്പോൾ ഈ KWAE പോലെ തന്നെ വളരെ എന്താ പറയുക സ്കോപ്പുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇറിഗേഷൻ. അവിടുത്തെ AE പോസ്റ്റ് യൂഷ്വലി എങ്ങനെയാണ് ഇറിഗേഷൻ എക്സാം നടത്താറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷനും PWD എക്സാമും ഒരുമിച്ചാണ് സാധാരണ കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു PWDയുടെ AE എക്സാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇറിഗേഷൻ AE നമ്മൾ സെപ്പറേറ്റ് ഒരു എക്സാം ആയിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ എക്സാമിന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ളത് 124 അഡ്വൈസസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്.
അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 2025 പാസ് ഔട്ട് ആവുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും നല്ല പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റാണ് KWA-AEയുടെ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഇറിഗേഷൻ AEയും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിച്ചു തുടങ്ങേണ്ട സമയം ഇപ്പോഴാണ്. ഇപ്പം തുടങ്ങി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും ഇറിഗേഷൻ AE അതുപോലെ KWA-യുടെ AE എക്സാമും. അപ്പോൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഇനി പഠിച്ചു തുടങ്ങാൻ നിൽക്കുന്നവർ 2025 പഠിച്ചിറങ്ങുന്നവരും അതുപോലെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരും ഇതാണ് കറക്റ്റ് മൊമെൻറ്റ്. ഇനി നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ് പഠിക്കാം എന്നുള്ളൊരു തോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ, ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം പരിധി ഇനി നമുക്ക് ഉണ്ട്. വെയിറ്റ് ചെയ്യാതെ PSC എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുമ്പോൾ എപ്പോഴും എന്താണ് ട്രെൻഡ് മാറുന്നത് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ക്വസ്റ്റ്യൻ്റെ രീതിയിലാണെങ്കിൽ അങ്ങനെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ, അതായത് ആ ലിസ്റ്റ് എക്സ്പയർ ആകുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ട്രെൻഡ് ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അയാൾക്കാണ് വിജയ സാധ്യത കൂടുതൽ. കാരണം ലാസ്റ്റ് നമ്മളിപ്പം അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ആ പ്രിപ്പയർ ചെയ്ത ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻറ്റ് ബൂസ്റ്റും 2 ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ പോയി നിങ്ങൾ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെയാണ് എക്സ്പെക്റ്റഡ് എക്സാം എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ ഓൾറെഡി ഉള്ള സിലബസ് ബേസ് ചെയ്ത് തന്നെ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് ഞാൻ പറയും. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് ഏതാണ്? അടുത്തത് ഇനി നമ്മൾ AP അല്ലെ, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പം അത് 2023 നമുക്ക് ലാസ്റ്റ് എക്സാം നടന്നത്. 2024 തന്നെ അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോയ അഡ്വൈസ് പ്രകാരം എനിക്ക് തോന്നുന്നു 35 അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. അതെ, 35 അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. 2027 അതിൻ്റെ ലിസ്റ്റ് എക്സ്പയർ ആകാനായിട്ടും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ AP എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ കുറച്ച് മിത്തായിട്ട് ആൾക്കാർ കരുതുന്നത് ഈ PhD എന്നുള്ളൊരു കാര്യം കമ്പൽസറി ആണെന്നാണ്. പക്ഷേ ആസിഫ് നൗ ഇറ്റ്സ് നോട്ട് കമ്പൽസറി. കാരണം നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് PhD വേണമെന്നല്ലാതെ ഈ ഒരു എൻട്രി ലെവലിൽ ഈ എക്സാം എഴുതാൻ PhD കമ്പൽസറി അല്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പം AP എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു എമിനൻറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന അസോസിയേറ്റ് പ്രൊഫസേഴ്സൊക്കെ ഒരു റിട്ടയർഡ് ആകുന്ന ഒരു ടൈം വരാൻ പോവാണ്. അപ്പം ഇപ്പം പുതിയ ആൾക്കാർ ഇനി ആ പൊസിഷനിലേക്ക് വരുവാണ്. അപ്പം നമുക്കൊരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയായിട്ട് നമുക്ക് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിനെ പറയേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ട്രേസർ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് എക്സാം. അപ്പോൾ അതിൻ്റെ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് എക്സ്പയർ ഇപ്പം 2026 എക്സ്പയർ ആവുക, അതിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് റാങ്ക് ലിസ്റ്റ്. പിന്നെ നമുക്ക് KWA ഗ്രേഡ് 2 ക്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാമും ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന. അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് നോക്കുമ്പം 500+ അതിന് പോയിട്ടുണ്ട്. ഗ്രേഡ് 2 അല്ലേ? അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് എന്താണ് ഇതുവരെ, അതായത് ഈ നമ്മൾ നെക്സ്റ്റ് 2026 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളായിട്ട് പറയാനുള്ളത്. അതായത് ഈ ഡിസംബർ അവസാനം നമുക്ക് പ്രതീക്ഷിക്കാം, നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്ന എക്സാംസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ 2026 അവസാനത്തോടെ നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്നും കൂടി നോക്കാം. അതായത് ചിലർക്ക് ഇപ്പം കുറച്ച് സമയം അധികം പഠിക്കാം. അതെ, ഇപ്പൊ മെയിൻലി ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവും. അതായത് പെട്ടെന്ന് ഒരു എക്സാം അല്ല, ഇനി വരാൻ പോകുന്ന കുറച്ച് സമയം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണം എന്നുള്ളവർക്കായിട്ട് നമുക്ക് കുറച്ച് എക്സാം സോർട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം. അതെ, ഇനി നമുക്ക് ഡിസംബർ 2026 പ്രതീക്ഷിക്കാവുന്ന എക്സാംസ്. ഫസ്റ്റ് തന്നെ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ AE എക്സാം, പിന്നെ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലെ AE എക്സാം, പിന്നെയുള്ളത് നമ്മുടെ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിൻ്റെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാം, അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഗ്രേഡ് 1 എക്സാം ഉണ്ട്. ദെൻ വരുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഉണ്ട്. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സാംസ് ആണ് ട്രേസർ, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേസർ, അതുപോലെ തന്നെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലെ ട്രേസർ പൊസിഷൻ, അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതായത് പോളിടെക്നിക് ലെക്ചറർ പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ്, അതുപോലെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ്റെ വർക്ക് സൂപ്രണ്ടൻറ്റ്. അത് നമുക്കറിയാം ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വരാറുള്ളത്, അതങ്ങനെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിലെ AE, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ AE,
പിന്നെന്താണുള്ളത്? സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലെ സർവേ ഗ്രേഡ് 2. സർവേ ഗ്രേഡ് 2 പൊസിഷൻ ആർക്കാണ്? സർവേ. പറയേണ്ട കാര്യം. അതെ അതെ, ITI സർവേ കഴിഞ്ഞ കുട്ടികൾക്കായിട്ടുള്ളതാണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലെ സർവേ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 2025 വന്ന ലിസ്റ്റ്, ഒക്ടോബർ വന്ന ലിസ്റ്റാണ്. ഇപ്പൊ അഡ്വൈസ് 316. അതെ, ഇപ്പൊ ജസ്റ്റ് വന്നിട്ടുള്ളൂ ലിസ്റ്റ്. ഇപ്പൊ ഈ ഒക്ടോബർ മാസത്തില് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോ തന്നെ അതിൽ നിന്ന് 316 അഡ്വൈസസ് ഇപ്പം ടിൽ ഡേറ്റ് പോയിട്ടുണ്ട്. എക്സ്പയർ ആകുന്നത് 2028. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും പറഞ്ഞത് ഏതാണ്? കേരള PSC എക്സാംസിന്റെ കേസസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സാംസ് ആണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്. അതിൽ വരുന്നതാണ് നമ്മളിപ്പം റീസെന്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന നടക്കാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് SSC Gയും RRB ആണ്. അപ്പം ഈ രണ്ട് എക്സാമിനെ കുറിച്ചും പറയുമ്പോൾ SSC G ആണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ വർഷവും നടത്തി വന്ന എക്സാം തന്നെയാണ്. RRB G അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ RRB Gയുടെ ട്രെൻഡ് മാറിയിരിക്കുകയാണ്. എല്ലാ വർഷവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്താനായിട്ടുള്ള തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം SSC Gന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഡേറ്റ് നമുക്ക് ഓൾറെഡി ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. December 3, 4, 5, 6 എക്സാംസ് നടക്കുന്നത്. RRB Gന്റെ എക്സാം ഡേറ്റ് കൺഫേം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻറ്റേറ്റീവില് നമ്മളൊരു ജാനുവരിയിലാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. കറക്റ്റ് ഡേറ്റ് നമ്മുടെ RRBന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ രണ്ട് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ ടെക്നിക്കൽ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് പുറമേ ഒരു നോൺ ടെക്നിക്കൽ എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ കുറച്ച് പിന്നിലേക്ക് കമ്പാരിറ്റീവ്ലി ഇതിനെ പിന്നിലേക്ക് വരെ വലിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്, അതായത് നോൺ ടെക്നിക്കൽ പോർഷൻസ് എന്നുള്ള കാര്യം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം കേരള PSC എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് പറയാറുണ്ട് അവർ പഠിച്ച പോർഷൻസ് തന്നെ പിന്നെ അങ്ങോട്ടുള്ള എക്സാംസിന് ബ്രഷപ്പ് ചെയ്ത് പോയാൽ തന്നെ അവർക്ക് ഒരുപാട് എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ നോൺ ടെക്നിക്കലിലെ കറണ്ട് അഫയേഴ്സ് അതെന്ത് ചെയ്യുമെന്ന് സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ നോൺ ടെക്നിക്കലിൽ വരുന്ന പോർഷൻസ് എല്ലാം നമ്മുടെ ഒരു 10th വരെയുള്ള സ്റ്റാറ്റിക് പോർഷൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. 10th വരെയുള്ള നമ്മുടെ ബേസിക് നോളജിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ റീസണിങ്, അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് പോർഷൻസ് എന്നൊക്കെ വരുന്നതും, അതായത് നമ്മൾ ഒന്ന് കുറച്ച് ടൈം അതിനുവേണ്ടി നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ലെവലിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത്. അപ്പം കുറച്ച് ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ ഈ നോൺ ടെക്നിക്കൽ പോർഷൻസും നിങ്ങൾക്ക് ഈ ടെക്നിക്കലിനോടൊപ്പം തന്നെ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ പോലും പ്രയർ ടു 3 months നല്ല രീതിയിൽ ഒന്ന് നോക്കിയാൽ തന്നെ അത് തന്നെ ഇപ്പം ഒരുപാട് നമുക്ക് എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കേരള PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ അവർക്ക് കിട്ടാവുന്ന പോസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന SSCയും RRB Gയും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന്റെ കാര്യം. അതിന്റെ തെളിവാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ RRB Gയുടെ റിസൾട്ട്. അതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കുട്ടികൾക്ക് അതിന്റെ അനുമോദനം ഒക്കെ കൊടുത്തതാണ്. ഒരു നല്ലൊരു ഫംഗ്ഷൻ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്തു. ഒരു ലാർജ് സ്കെയിലിൽ തന്നെ നമുക്കത് നിങ്ങളിലേക്ക് കൺവേ ചെയ്ത് കാണിക്കാനും പറ്റി. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ പറയുന്നത് അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ഈ 55-ൽ പരം ആൾക്കാർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉറപ്പായിട്ട് പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് കാണാനായിട്ട് നോക്കുക. അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളും ഈ ഒരു എക്സാമിലേക്ക് കൂടുതൽ പേര് വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം കേരള PSC എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് ഇതിലേക്ക് ആൾക്കാർ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ്. അപ്പം നിങ്ങൾക്കും ഇതിലേക്ക് വരാം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇനി അതുപോലെ ഇപ്പം ഈ പറഞ്ഞത് ടെക്നിക്കൽ ഇപ്പോൾ RRB SSC അത് കുറച്ചും കൂടിയും ആൾക്കാരിലേക്ക് എത്തുന്ന പോസ്റ്റ് തന്നെയാണ്, നോട്ടിഫിക്കേഷൻ വരില്ല. പക്ഷേ ഇതിന് പുറമെ ഇവരറിയാത്തതായിട്ടുള്ള ഒരുപാട് റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. നമ്മളിപ്പം PSU ജോബ്സ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BISൽ, അതുപോലെ തന്നെ FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ കൊച്ചി മെട്രോ, ONGC ഇതിലൊക്കെ ഒരുപാട് അവസരങ്ങളാണ് ഇവർക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽഡ് ഓഫീസർ എന്നുള്ളൊരു പോസ്റ്റ് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ടെക്നിക്കൽ പോസ്റ്റാണ്, സിവിലിൻ്റെത് വിളിച്ചിട്ടാണ്. അപ്പോൾ അവിടെ പറയുന്നത് 2023, 24, 25 ഈ 3 വർഷത്തെയും ഗേറ്റ് സ്കോർ കണക്കിലെടുത്താണ് അതിൻ്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഒരുപാട് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റുഡൻസ് എല്ലാവരും ചോദിക്കുന്ന കാര്യം ഇതാണ്, മിസ് നമ്മൾ എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയുന്നത്? ഇപ്പോൾ കേരള PSC നമ്മൾ ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ ഇറക്കുന്ന രീതിയിലെല്ലാം അറിയുന്നു, പക്ഷേ ഇതൊന്നും ഇവർ അറിയുന്നില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സിവിലിയൻസിൻ്റെ തന്നെ ഇപ്പോൾ ടെലിഗ്രാം ചാനൽ ആയിക്കോട്ടെ, നമ്മുടെ സിവിലിയൻസിൻ്റെ ബ്ലോഗ് ആയിക്കോട്ടെ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യം വരും. അത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ജോബ് റിലേറ്റഡ് അതിൽ വരുന്നുണ്ട്, സിവിൽ ടെക്നിക്കൽ റിലേറ്റഡ്. അപ്പം അത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലേ.
അതുപോലെ അത് കണ്ട ഒരു നോട്ടിഫിക്കേഷൻ കണ്ട ഒരു ജോലി കിട്ടിയ ഒരു കുട്ടി നമ്മുടെ ബ്ലോഗ് അല്ലേ, സിവിലിയൻസ് ബ്ലോഗ് കണ്ടിട്ട് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരൊക്കെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ വൺസ് നിങ്ങൾ നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ, സിവിൽ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന നമ്മുടെ സിവിലിയൻസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ അത് ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യണം. മെയിനായിട്ട് അതിൻ്റെ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതൊരു എക്സാമും, ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും അറിയാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവും. മനസ്സിലാവുന്നോ? നിങ്ങളെ ഈ ഹൈലൈറ്റ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ. ഇനി അതുപോലെ നമ്മൾ പറയേണ്ട കാര്യം, ഇപ്പോൾ ഏകദേശം ഒരു ഓവർവ്യൂ നമ്മൾ നോക്കി ഏതൊക്കെയാണ് വരാനിരിക്കുന്നത്, ഇനി എക്സ്പെക്ട് ചെയ്യാവുന്ന എക്സാംസ് എല്ലാം. അപ്പം 2027 എന്ന് പറയുന്ന ഒരു ഇയർ ഒരുപാട് ലിസ്റ്റുകൾ എക്സ്പയർ ആകുന്ന ഒരു ഇയർ ആണ്. അതുപോലെ തന്നെ 2026 എന്ന് പറയുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വർഷവുമാണ്. അപ്പോൾ ഈ 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഫുൾ ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 2027 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ തന്നെയായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ആസ് എൻ ആസ്പിറൻറ്റ് നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയാമോ, ഒരു എ ലെവൽ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു 20,000-ഓളം ആയിരിക്കും. അതിൽ നിന്ന് അഡ്വൈസ് പോവുക എന്ന് പറയുന്നത് ഒരു 80 മുതൽ 100 കുട്ടികൾക്ക് വരെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോകുന്നുണ്ട്. നിങ്ങളിവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് 20,000 സ്റ്റുഡൻസ് ആയിട്ടാണ്. ഇതിൽ എത്ര പേരാണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നത്? പിന്നെയും അതിൻ്റെ കണക്ക് താഴ്ത്തോട്ട് വരിക. അപ്പം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇപ്പം നമുക്ക് ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാംസ് വരും. അതും നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്. ആ കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാംസിന് ഒരേ ആൾക്കാരായിരിക്കും ലിസ്റ്റിൽ, ടോപ്പിൽ വരുന്നതെല്ലാം ഒരേ ആൾക്കാരായിരിക്കും. അപ്പം എന്താ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്? ഈ താഴെ മാർക്ക് റാങ്ക് കുറഞ്ഞ് താഴെയുള്ളവർക്കാണെങ്കിലും അഡ്വൈസിലേക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതാണ് കമ്പൈൻഡ് ആയിട്ട് വരുന്ന എക്സാമിന്റെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്ത് വേണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. വേക്കൻസി കുറവാണ് എന്നുള്ള തോട്ടിൽ പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ടായിരിക്കും എക്സാംസ് വരുന്നത്. അതും നിങ്ങൾ മാത്രം ഇപ്പൊ വേക്കൻസി കുറവിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പം ഒരു പ്രൊഫസറുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആദ്യമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടെന്നാണ്. ഇപ്പം PWD എയിലൊക്കെ കുട്ടികൾക്ക് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതിൽ മോർ നമ്പർ ഓഫ് വേക്കൻസീസിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ്. അപ്പം അന്ന് സാറ് പറഞ്ഞത് ഏതോ ഒരു എക്സാം വന്നപ്പോൾ അതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസിയാണ്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ, അത് അപ്ലൈ ചെയ്യണോ എന്ന് പോലും അടിച്ചവരുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു വേക്കൻസീസ് എന്ന് കണ്ടാൽ നിങ്ങൾ ഈ പഠിക്കുന്ന ആളിന് ഞാനായിരിക്കും ആ ഒരു വേക്കൻസിയിൽ എത്തുന്നത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കിട്ടൂ. കാരണം നമ്മളിപ്പോൾ ഒരു വേക്കൻസി കണ്ടാൽ അത് ഞാനല്ലെന്ന് ചിന്തിക്കുന്ന ആൾ അയാളുടെ പ്രിപ്പറേഷൻ ജേർണീനെ ചോദ്യം ചെയ്യുന്നത് പോലെയാണത്. അപ്പം നമുക്ക് ഒരു വേക്കൻസി ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, അതിലൊരാൾ ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അതാണ് എപ്പോഴും ഇങ്ങനത്തെ എക്സാംസിന്, അതായത് ടെക്നിക്കൽ ടൈപ്പുള്ള ഇപ്പം കേരള PSC പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കോൺഫിഡൻറ്റ് അതാണ്. ഒരു വേക്കൻസി ആണെങ്കിലും ആ ഒരാൾ ഞാനായിരിക്കും എന്ന കോൺഫിഡൻറ്റിൽ വേണം നിങ്ങൾ എപ്പോഴും പ്രിപ്പറേഷനെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാണ്, ഇനി ഏതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന എക്സാംസ് ഏതൊക്കെയുണ്ട്, എല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊരു ഗൈഡ് പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. കാരണം ഓരോന്നും മനസ്സിലാക്കി പ്രിപ്പറേഷൻ ജേർണിയിൽ ഇത് യൂസ്ഫുള്ളും ആക്കാം. അപ്പോൾ അതിനോടൊപ്പം തുടക്കത്തിലേ നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊരു അപ്കമിങ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരള PSCയുടെ ട്രെൻഡ് അനുസരിച്ച് എപ്പോഴും പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി വരുന്ന ലിസ്റ്റ് എക്സ്പയർ ആകുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് നമ്മൾ ഇപ്പോൾ ഒരുപാട് എക്സാംസിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളത്തേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് തന്നെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ വിജയ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.